നമസ്കാരം പ്രിയപ്പെട്ടവരെ. പതിവ് പോലെ 4 PM ന്യൂസിൻ്റെ ഇന്നത്തെ ന്യൂസ് ലൈവിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈകുന്നേരം 7 മണിയായിരിക്കുന്നു. ഇന്ന് ഡിസംബർ 24 വ്യാഴാഴ്ചയാണ്. ആദ്യം നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സി ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താന്തങ്ങളൊക്കെ പങ്കിടുന്ന ഈ ന്യൂസ് ലൈവ്. ഷിഹാബ് എത്തിയിരിക്കുന്നു, അബൂബക്കർ അൽ കസ്മി, അതുപോലെ റക്യുബീൻ മാഹി, തമ്പി വർഗീസ്, ഗിരീഷ് NP, അബ്ദുൽ സലാം CK, ഡേവിസ് ആൻ്റണി, നൌഷാദ്, റിൻസ ജോൺ, ഹാരിസ് അൽസൈൻ. ഓക്കെ, 10 പേരിൽ കൂടുതലായിരിക്കുന്നു. പ്രവീൺ കുമാർ. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ വാർത്തകളിലേക്ക്. ഓക്കെ, 2020 ക്രിസ്മസിൻ്റെ ഒരു രാവാണിന്ന്. ആയിരക്കണക്കിന് പേർ ഒന്നിച്ച് ചേർന്ന് പ്രത്യേക പ്രാർത്ഥനകളുമൊക്കെ നടത്താറുള്ള ദിവസമാണ് സാധാരണഗതിയിൽ. ഇത്തവണ കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ മറ്റേതൊരു പരിപാടിയും പോലെ ക്രിസ്തുമസ് ആഘോഷങ്ങളും ആചാരങ്ങളും ഓൺലൈനിലൂടെ മാത്രമായി ചുരുക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹം അടുത്ത വർഷമാകുമ്പോഴേക്കെങ്കിലും ഇത്തരമൊരു വിഷമകരമായ അവസ്ഥ മാറുമെന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് ക്രിസ്മസിനെയും പുതുവർഷത്തിനെയും ഒക്കെ വരവേൽക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ആദ്യമേ നേരുകയാണ്. എല്ലാ വിശ്വാസികൾക്കും എല്ലാവർക്കും ഈ ആഘോഷം ഈ പറയുന്ന കോവിഡ് സാഹചര്യത്തിൽ നന്നായി തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ആദ്യം ബഹ്റൈനിലെ കോവിഡ് വാർത്തകളിലേക്ക് നോക്കാം. ഇന്നും ബഹ്റൈനിൽ മരണങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊരു ആശ്വാസ വാർത്തയാണ് നൽകാനുള്ളത്. നിലവിൽ 350 പേർക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതേസമയം ഇന്നലെ 183 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇപ്പോൾ 1641 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 160 പേർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 88,826 ആയിട്ടുണ്ട്. നമുക്കറിയാം, ബഹ്റൈൻ വാക്സിനേഷൻ ആരംഭിച്ചത് ഡിസംബർ 17-നാണ്. വളരെ വലിയൊരു സ്വീകാര്യതയാണ് ബഹ്റൈനിലെ വാക്സിനേഷൻ വിതരണത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ സ്വീകാര്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ നാളെ മുതൽ രാജ്യത്തെ 27 ഹെൽത്ത് സെൻ്ററുകളിലൂടെയും കോവിഡ് വാക്സിൻ അപ്പോയിൻമെൻറ്റോ രജിസ്ട്രേഷനോ ഒന്നുമില്ലാതെ ഏവർക്കും സ്വീകരിക്കാവുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അറിയിച്ചത് പോലെ നമുക്ക് ഇതിനു വേണ്ടി വെബ്സൈറ്റ് പോവുകയോ ഓൺലൈൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ CPRൽ കാണിക്കുന്ന, ബ്ലോക്കിൽ കാണിക്കുന്ന നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ പോയി നേരിട്ട് നമ്മുടെ പേരും വിവരങ്ങളും നൽകിയാൽ അവർ വാക്സിനേഷൻ നൽകുന്നതായിരിക്കും. ധാരാളം മലയാളികൾ ഈ ദിവസങ്ങളിൽ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നലെ രാത്രി 9 മണി വരെ 38,965 പേരാണ് സൗജന്യ വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് വാക്സിൻ നൽകുന്നത്. വാക്സിനെതിരെയുള്ള പ്രചരണങ്ങളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാക്സിനേഷൻ സ്വീകരിച്ച 53 വയസ്സ് പ്രായമുള്ള ഒരാൾ ഹൃദയാഘാതം കാരണം മരണപ്പെട്ടിരുന്നു. ഇത് വാക്സിൻ കാരണമാണ് എന്ന തരത്തിൽ പലരും പ്രചരിപ്പിക്കുകയുണ്ടായി. അതേസമയം ഇതല്ല അതിൻ്റെ കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക. നമ്മൾ തൽക്കാലം ശാസ്ത്രത്തെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രബോധത്തിലൂടെയാണ്. തീർച്ചയായും ഒരു കോവിഡ് വാക്സിൻ ഉണ്ടാവുക, അത് ഇവിടെയുള്ള ആരോഗ്യ വിദഗ്ധർ ടെസ്റ്റ് ചെയ്യുക, അത് പരിശോധന ഫലം നല്ലതാണ് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് എല്ലാവർക്കും നൽകുന്നത്. നമുക്കറിയാം, ബഹ്റൈനിലെ ഭരണാധികാരികളായ കിങ് ഹമദ ബിൻ അൽ ഖലീഫ ആയാലും പ്രിൻസ് സൽമാൻ ആയാലും ഒക്കെ അവരൊക്കെ ഈ വാക്സിൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു വിശ്വാസ്യത ആ വാക്സിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പറ്റുന്നത്ര ആൾക്കാർ ഈ വാക്സിൻ സ്വീകരിക്കാനുള്ള ഒരു നടപടികളും നിങ്ങളെല്ലാവരും എടുക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കേരളത്തിൽ ഇന്ന് 5177 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 22 മരണങ്ങളാണ് COVID-19 കാരണമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ആകെ മരണം 2914 ആയിരിക്കുന്നു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4801 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 63,155 പേരാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 6,60,445 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജനുവരി 4-ന് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തുറക്കുകയാണ്. സെമസ്റ്റർ അടിസ്ഥാനത്തിൽ 50% ഹാജരോടെയാണ് കോളേജുകൾ പ്രവർത്തിക്കേണ്ടത്. ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. പ്രിൻസിപ്പൽ, അധ്യാപകന്മാർ, അനധ്യാപകർ എന്നിവർ ഡിസംബർ 28 മുതൽ കോളേജുകളിൽ ഹാജരാകണമെന്നും ഉത്തരവ് ഇന്ന് വന്നിട്ടുണ്ട്. രാവിലെ 8 മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ് പ്രവർത്തന സമയം. ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 5 മണിക്കൂറായിരിക്കും അധ്യയനം ഉണ്ടാവുക. കോവിഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, കർണാടകയിൽ ജനുവരി 2 വരെ പ്രഖ്യാപിച്ച രാത്രികാല കർഫ്യൂ പിൻവലിച്ചിരിക്കുകയാണ്. ബ്രിട്ടനിൽ ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസിൻ്റെ വ്യാപനം കണക്കിലെടുത്തുകൊണ്ടാണ് ജാഗ്രതാ നടപടികളുടെ ഭാഗമായി കർഫ്യൂ പ്രഖ്യാപിച്ചത്. അതേസമയം ഈ തീരുമാനത്തിനെതിരെ കനത്ത പ്രതിഷേധമുയർന്നിരുന്നു. ഇതിൻ്റെ സാഹചര്യത്തിലാണ് കർഫ്യൂ പിൻവലിച്ചിരിക്കുന്നത്. കാസർഗോഡ് കലൂരാവിയിലെ അബ്ദുറഹ്മാൻ ഔഫ് വധം മുണ്ടത്തോട് സ്വദേശി ഇസ്ഹാഖ് ഇന്ന് കസ്റ്റഡിയിലായി. 2 ലീഗ് അവർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തെ അബ്ദുറഹ്മാൻ ഔഫ് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കൊല്ലപ്പെട്ടത്. സംഘർഷത്തിൽ പരിക്കേറ്റ ലീഗ് പ്രവർത്തകനായ ഇർഷാദിനെ
മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മോട്ടോർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അബ്ദുറഹ്മാൻ ഔഫിനെയും സുഹൃത്ത് ഷുഹൈബിനെയും മുണ്ടത്തോട് വെച്ച് ഇർഷാദും സംഘവും ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയമാണ് ഇവരെ പ്രകോപിപ്പിച്ചതെന്നും ഔഫിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. എന്തായാലും ഇന്നൊരു ഹർത്താൽ കാഞ്ഞങ്ങാടുണ്ടായിരുന്നു. LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാനുള്ള തീരുമാനത്തിൽ നിലപാട് സംസ്ഥാന സർക്കാരും ഗവർണറും അതിൻ്റെ ഒരു പോര് കടുക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നു. ഡിസംബർ 31-ന് പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണം എന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് ശുപാർശ സമർപ്പിക്കാൻ ഇന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. കാർഷിക നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കുന്നതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം 23-ന് വിളിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ തള്ളിയ ഗവർണറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ. സഭ ഉടനെ വിളിക്കേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ശുപാർശ വീണ്ടും തള്ളുന്നതിലേക്ക് നയിക്കും. അങ്ങനെ വന്നാൽ സർക്കാർ ഗവർണർ പോര് രൂക്ഷമാകാനാണ് സാധ്യത. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പരിപാടിയിലൂടെ മികച്ച വികസന മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു. ഈ മാസം 9-നാണ് പരിപാടി അവസാനിച്ചത്. 2ാം ഘട്ട 100 ദിന പരിപാടി ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 10,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും. അതോടൊപ്പം 5,700 കോടി രൂപയുടെ 5,526 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം 4,300 കോടി രൂപയുടെ 646 പദ്ധതികൾക്കും തുടക്കം കുറിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ പൂർത്തീകരിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ജനുവരി 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്നും അതുപോലെ തന്നെ കോവിഡ് സാഹചര്യത്തിൽ ആരംഭിച്ച സൗജന്യ കിറ്റ് 4 മാസം കൂടി വിതരണം ചെയ്യും. ഫോൺ ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചു. അതേസമയം സംസ്ഥാനം വീണ്ടും 1,000 കോടി രൂപ കടമെടുക്കുന്നു എന്ന വാർത്തയും ഇന്ന് വന്നിട്ടുണ്ട്. കോവിഡ് കാരണമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണിത്. കടപ്പത്രം വഴിയാണ് ഈ തുക സമാഹരിക്കുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുമെന്നും മിസോറാം ഗവർണർ BS ശ്രീധരൻപിള്ള ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ചയാണ് ഇരു വിഭാഗങ്ങളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുക. ജനുവരിയിൽ മറ്റ് ക്രൈസ്തവ സഭകളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തുമെന്നും PS ശ്രീധരൻപിള്ള അറിയിച്ചിരിക്കുന്നു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPM സഖ്യത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് അംഗീകാരം നൽകി. ബംഗാളിലെ കോൺഗ്രസ് പ്രസിഡന്റ് അധീർ രഞ്ജൻ ചൗധരിയാണ് ട്വീറ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ബംഗാളിലെ സഖ്യത്തിന് CPM കേന്ദ്ര കമ്മിറ്റി ഒക്ടോബറിൽ അംഗീകാരം നൽകിയിരുന്നു. 294 സീറ്റുകളാണ് പശ്ചിമബംഗാൾ നിയമസഭയിലുള്ളത്. ഇതൊക്കെയാണ് ഇന്ന് വൈകുന്നേരം ലഭിച്ച പ്രധാനപ്പെട്ട വൃത്താന്തങ്ങൾ. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു. കോവിഡിനെതിരെ വലിയൊരു ജാഗ്രത കേരളത്തിലുള്ളവർ പാലിക്കണമെന്നും അദ്ദേഹം ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയൊരു വ്യാപനം അവരും പ്രതീക്ഷിക്കുന്നു എന്നാണ് സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ശശികല, ഹരിപ്രിയ, അതുപോലെ ഉബൈദ് റഹ്മാൻ ഹാപ്പി ക്രിസ്മസ്, അജു വർഗീസ് മെറി ക്രിസ്മസ്, ഫിലോമിന ജോസഫ്, അതുപോലെ അർച്ചന മെറി ക്രിസ്മസ്, ഷെരീഫ് ഷഫീഖ് ഹാപ്പി ക്രിസ്മസ്, അനിൽ കുമാർ, മുഹമ്മദ് ഹാരിസ്, ഉമ്മർ CA ഹാപ്പി ക്രിസ്മസ്, സിദ്ധു പാലക്കാട്, ഗണേഷ് ഷെട്ടി. പൊതുമാപ്പ് നീട്ടുമോ? ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഡിസംബർ 31-നാണ് അത് തീരുന്നത് കേട്ടോ. ജാഫ്രി, ബഷീർ കുന്നത്ത്, ഗണേഷ് ഷെട്ടി, സഗീർ അഹമ്മദ്, സുശീൽ അടക്കപ്പുറത്ത്, അതുപോലെ ജിജിമോൾ പുനലൂർ ഗുഡ് ഈവനിങ്, നസീർ വടകര ഹാപ്പി ക്രിസ്മസ്. വാക്സിൻ എടുക്കാൻ CPR അഡ്രസ്സുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അതെ, CPR ഉള്ള അഡ്രസ്സാണ്, ആ ബ്ലോക്ക് അഡ്രസ്സിലാണ് പോകേണ്ടത്. അതായിരിക്കും നിങ്ങളുടെ ഹെൽത്ത് സെൻറ്റർ കേട്ടോ. അബ്ദുള്ള നെടുക്കണ്ടി, ഉമേഷ് KA, രജികുമാർ ഗുഡ് ഈവനിങ്, അതുപോലെ മൊയ്തീൻ വാളപ്പിൽ, ഫർഷാദ് ഹഫി, ജ്യോതിഷ് കൃഷ്ണ, സജീവ് വൈകുണ്ഠം, രാജീവൻ മട്ടന്നൂർ, TS അൻസാരി, അനജ് കൃഷ്ണ പൂവത്ത്, സിജു, ഷാജിമോൻ, അനജ് കൃഷ്ണ. ഏകദേശം എല്ലാവരും വായിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ മറ്റൊരു സുഹൃത്ത്, ജനുവരി മുതൽ കൂടുതൽ ഫ്ലൈറ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഫാത്തിമ, അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ഈ പറയുന്ന കോവിഡ് സാഹചര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കി ഇപ്പോഴത്തെ കോവിഡ് 2ാം ഘട്ടം എങ്ങനെയാണെന്ന് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവൂ. അങ്ങനെ ഒരു തീരുമാനമൊന്നും ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഡിസംബർ 31 വരെയാണ് ഇപ്പോഴുള്ള സാധാരണ ഫ്ലൈറ്റുകൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. അജീസ് സോമൻ, അബ്ദുൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലും അതിൻ്റെ എല്ലാവിധ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ മനസ്സിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുക. ഇന്നത്തെ ലൈവ് വാർത്ത അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇനി ശനിയാഴ്ചയാണ് നമ്മൾ കണ്ടുമുട്ടുക. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിടവാങ്ങിയാണ് ഞാൻ പ്രദീപ് പുറവങ്കര. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. താങ്ക് യു.